എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ? അതെ, ഞാൻ ബൈക്കിലാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളുടെ പ്ലാറ്റിന ബൈക്കിൽ, മൈലേജിൽ കിങ്. അതെ, ഇന്ന് ഞങ്ങൾ പോകുന്നത് അഴീക്കൽ ബീച്ചിലേക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലം ജില്ലയിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്യുന്നത്. അത് എടുത്തു പറയാനൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് ഓച്ചിറ വഴിയാണ് വന്നത്. എൻ്റെ ഒരു ചേച്ചി ജെറ്റ് ഇട്ട പോലെ പോകുന്നുണ്ടോ. ഇതാണ് വലിയ അഴീക്കൽ പാലത്തിൻ്റെ എൻട്രൻസ്. അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം കൊല്ലം ജില്ലയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കൊല്ലം ജില്ലയിലൂടെ കയറി ഈ പാലം കണ്ടോ, ഇതാണ് വലിയ അഴീക്കൽ പാലം. ഇത് കടന്ന് അപ്പുറത്ത് പോയി നമ്മൾ ലൈറ്റ് ഹൗസാണ് ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത്. വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസ്. അഴീക്കലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നല്ല വിശദമായിട്ട് പറഞ്ഞുതരാം. അടിപൊളി ഒരു പാലമാണല്ലേ. ഒരുപാട് പേര് ഇവിടെ നിർത്തി വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. രസമല്ലേ പാലത്തിൽ കൂടെ തന്നെ പോകാനായിട്ട്. ഇതിൻ്റെ അടിവശത്തെയുള്ള കാഴ്ച, അതിൻ്റെ താഴത്തെ വശത്തുള്ള കാഴ്ചയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് കായംകുളം കായൽ. കണ്ടോ, അടിപൊളിയല്ലേ. ആ അഴീക്കൽ പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കടലും കായലും കൂടെ. ഇതേത് കടലാണെന്നറിയാം? ഇതാണ് അറബിക്കടൽ. ഒത്തിയേരുന്ന അഴിമുഖമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മളുടെ യാത്ര. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. കണ്ടോ, ഈ ലൈറ്റ് ഹൗസിലാണ് നമ്മൾ ഇന്ന് കയറാനായിട്ട് പോകുന്നത്. അങ്ങനെ സംഭവം സ്ഥലത്ത് തന്നെ എത്തി. തെറ്റിയൊന്നുമില്ല കേട്ടോ, നമുക്ക് തെറ്റത്തൊന്നുമില്ല. ആ പാലം ഇറങ്ങി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 20 രൂപയാണ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റിനാകുന്നത്. അവിടെ ഒരു പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പണി പൂർത്തിയാകാതെ ഉള്ളൂ. ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെൻറ്റഗൺ ഷേപ്പുള്ള ലൈറ്റ് ഹൗസാണ് ഈ വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസ്. പെൻറ്റഗൺ ഷേപ്പ് എന്ന് പറഞ്ഞാൽ 5 മുഖങ്ങൾ, അതായത് നമുക്ക് ചതുരത്തിന് 4 മുഖങ്ങൾ പോലെ ഒന്നുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും. കണ്ടോ, 5 മുഖങ്ങളുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇവിടെ ലിഫ്റ്റുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടന്നും ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. ഞാനിപ്പം ലിഫ്റ്റിലാണ് അങ്ങോട്ട് പോകുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് നടന്ന് വരാം. കണ്ടോ, നമ്മുടെ കായലിൻ്റെ ദൃശ്യം, ആ അഴിമുഖത്തിൻ്റെ ദൃശ്യം നമുക്കിവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് ലിഫ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയില്ലേ ഇതുവരെ? ഇനിയും കിടപ്പുണ്ട് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴേ മുകളിലെത്തുള്ളൂ. പോകട്ടെ, മുകളിലോട്ട് കയറി. അങ്ങനെ അവസാനം ഞങ്ങളുടെ ലിഫ്റ്റ് ഓപ്പണായി ഞങ്ങൾ മുകളിലെത്തി. ഒരുപാട് സന്ദർശകർ ഇവിടെ കേട്ടോ. ഏറ്റവും മേളിലാണ് ഈ പച്ച കോയിന് കണ്ടോ. ഇതുവഴി മേളിലോട്ട് കയറ്റി ആരെയും വിടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവിടെയാണ് ആ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഇങ്ങനെ കറങ്ങുന്നത്. കണ്ട, ഇപ്പോൾ ഓണല്ല, നമുക്കത് ഓണാകുന്ന ദൃശ്യം നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആലപ്പുഴ ജില്ലയായി. കാരണം ആ ദൃശ്യങ്ങളിൽ കാണുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് കൊല്ലം ജില്ലയും ഇപ്പുറത്തെ സൈഡ് ആലപ്പുഴ ജില്ലയും. വലിയ അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണാം, ഈ റോഡ് കണ്ടോ, ഈ റോഡിലൂടെയാണ് നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോകുന്നത്. നമ്മൾ മുമ്പേ വന്ന റോഡ് ഇതാണ്. ആ പാലമൊക്കെ കയറി വന്നില്ലായിരുന്നോ? അതെ, ഈ പാലം കയറി ഇറങ്ങിയാണ് നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് വന്നത്. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇതാണ് വലിയ അഴീക്കൽ ബീച്ച്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസുകളൊക്കെ ഒരു ബീച്ചാണിത്. കണ്ടോ, സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത്. സൂര്യാസ്തമയം കാണാനായിട്ടാണ് ഞാൻ വന്നത്. ആ കാണുന്നതാണ് അഴീക്കൽ ബീച്ച്. അവിടെ നിന്ന് നമ്മൾ നടന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ട് ആ മുനമ്പ് വരെ എത്താനായിട്ട്. അവിടെ പോകുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ അവിടെ എല്ലാം പോകുന്നുണ്ട്. അടിപൊളിയല്ലേ? അത് അടിപൊളിയാണ്. ഞാനിപ്പോൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് നോക്കിയേ. എന്നെ താഴ്ചയല്ലേ.
ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണിത്. കൊള്ളാമല്ലേ? എന്നാ വ്യൂ ആണല്ലേ. തെങ്ങൊക്കെ നിരയായിട്ട് നിൽക്കുന്ന കേട്ടോ. കേരം തിങ്ങും കേരള നാട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് വഴിയാണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, താഴോട്ടുള്ള ദൃശ്യം കണ്ടോ. എനിക്ക് ചെറിയൊരു തല കറങ്ങുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിച്ച് ലിഫ്റ്റിലാണ് താഴോട്ട് വന്നത്. പിന്നെ അവിടുന്ന് വണ്ടി എടുത്തു നേരെ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് ഇനി അഴീക്കൽ. ഇത് കൊല്ലം ജില്ലയാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പാലത്തിൻ്റെ ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന്. അതെ, പാലത്തിൻ്റെ താഴ്ഭാഗത്തെ ദൃശ്യമാണിത്. അതേടെ കായലിൽ നിന്ന് ഒരു ബോട്ട്, മീൻ പിടിക്കുന്ന ഒരു ബോട്ട് നേരെ കടലിലോട്ട് പോകുന്നൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നല്ല രസമില്ലേ? ആണ്ട് ആ ലൈറ്റ് ഹൗസ്, നമ്മളിപ്പം പോയ ലൈറ്റ് ഹൗസ്, നേരെ ഈ ബോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ ബൈക്കിനൊക്കെ 10 രൂപയും കാറിനൊക്കെ 40 രൂപയും ഓട്ടോയ്ക്ക് 30 രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങുന്നത്. ഇവിടെ നമുക്ക് സായം സന്ധ്യയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെയുണ്ട്. ഒരുപാട് കടകളുണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റിയ ബെഞ്ചുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അഴീക്കൽ ബീച്ച്. കണ്ടോ, ഇപ്പം തന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ബീച്ച് കാണാനും ഫാമിലി ഒത്ത് ആഘോഷിക്കാനും ഒക്കെ എല്ലാവരും ബീച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിച്ചില്ല. അത് എന്തൊക്കെയാണ് പരിപാടിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാനും കുതിരപ്പുറത്തൊക്കെ കയറാനും ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം 100 രൂപയാണ് ഒരു റൗണ്ട് അടിക്കുന്നതിന്. കാരണം അതിൻ്റെ കൂടെ നിന്ന് സെൽഫീസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകതയാണ് ഈ പട്ടം പറത്തുന്നത്. പട്ടം മാത്രമല്ല കേട്ടോ, കാറ്റാടികളൊക്കെ ഉണ്ട്, ഇനി ലൈറ്റ് എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, ബാറ്റും ഒക്കെ ഉണ്ട്. പട്ടങ്ങളൊക്കെ പാറി പറക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സൂര്യാസ്തമയം കാണാൻ വന്നിട്ട് സൂര്യനെ കാണാത്തൊരവസ്ഥ കണ്ടോ. സൂര്യൻ മറഞ്ഞു. നമുക്കിനി ആ പുലിമുട്ട് വഴി ഇവിടുന്ന് കയറിയ റോഡ് പോലുണ്ട്. അവിടുന്ന് അങ്ങേ അറ്റം വരെ നടക്കും. ഒരു 1/2 കിലോമീറ്റർ ഉണ്ടായിരിക്കും. അതും കൂടെ ഒന്ന് ചെയ്യണം. അഴീക്കൽ ബീച്ച് വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കടലിൻ്റെ നടുക്കൂടെ നമുക്ക് നടന്ന് കുറച്ച് ദൂരം പോകാൻ പറ്റും. ഇവിടെ ഒരുപാട് പട്ടമുണ്ട് കേട്ടോ, പറത്തുന്നവരുണ്ട്. നല്ല രസമില്ലേ? ഇത്രയും കളരത്തിൻ്റെയൊക്കെ പട്ട ഇവിടെ പറക്കും. ഐറ്റം സാധനം തന്നെ. ഈ സമയത്ത് എന്തുകൊണ്ടും ഇവിടെ വരുന്നത് നന്നായിരിക്കും. ബീച്ചിലൊക്കെ അല്ലെങ്കിലും ചൂടൊക്കെ മാറി വെയിലൊക്കെ താന്നിട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പൊള്ളി നാശമാകും. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെയും പട്ടം പറത്തുന്നുണ്ട്. ഇവിടെ നിന്ന് പാലത്തിൻ്റെ വ്യൂ ഉണ്ടോ, ലൈറ്റ് ഹൗസ് കാണാം. എല്ലാം ഇവിടെ നിന്നാണ്. ഇതാണ് അഴീക്കൽ ബീച്ച്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ പുലിമുട്ട് വഴി മേളിലോട്ട് കയറി അവിടോട്ട് ഇറങ്ങാം. എന്നിട്ട് അങ്ങേ അറ്റത്ത് പോകും. ഇതുവഴി നേരെ കയറിയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് നേരെ നടന്ന് പോയി അങ്ങനെ കയറി വരേണ്ടി വരും. അതിൽ നല്ല ഇതുവഴി അങ്ങോട്ട് കയറുന്നതായിരിക്കും. പട്ടമൊക്കെ പറന്ന് നല്ല രസമല്ലേ? എത്ര പൊക്കത്തിലാന്ന് കണ്ടോ ചേട്ടൻ. ഇവിടെ ഇരുന്നാണ് ഈ പട്ടം പറത്തുന്നത് കേട്ടോ. സന്ധ്യയോട് അടുക്കും തോറും ആളുകളുടെ എണ്ണം, ഇവിടെ ബീച്ചിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. നല്ല ശാന്തസുന്ദരമായ ബീച്ചാണ് അഴീക്കൽ ബീച്ച്. കണ്ട് ഒരുപാട് പാറകളൊക്കെ കൊണ്ടിട്ടേക്കാണ്. ഇതുവഴി അങ്ങോട്ട് നടക്കണം. അങ്ങോട്ട് പോകാം. ഇതുവഴി കയറി നമുക്ക്
സൂക്ഷിച്ചൊക്കെ കാണണം കേട്ടോ. തെന്നി വീണ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഈ കാണുന്ന കടൽ, ഈ കാണുന്നത് കായൽ, കായംകുളം കായൽ. ഇത് അഴിമുഖം കേട്ടോ. അതായത് കടലും കായലും കൂടെ ചേരുന്ന ഭാഗം അഴിമുഖം എന്ന് പറയും. നമുക്ക് അങ്ങോട്ട് പോകുമ്പം അടുത്ത് കാണാൻ പറ്റും കേട്ടോ. എന്ത് ചെയ്യാൻ, ആ സൂര്യൻ മറഞ്ഞ് അസ്തമയം കാണാമെന്ന് കരുതി വന്നതാണ്. നമുക്ക് താഴോട്ടിറങ്ങാം. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് ബീച്ചിൽ നിന്ന്. കടലിൽ നിന്ന് ഒരു ബോട്ട് കയറി വരികയാണ്. പക്ഷെ നമ്മൾ അത്രയും നടന്ന് എത്തിയില്ല. നല്ല തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ ബോട്ട് കയറി വരുന്നുണ്ട്. ഫിഷിങ്ങിന് പോയ ബോട്ടാണ്. നമുക്ക് കാണാം, ഇനിയും ബോട്ടൊക്കെ വരും. എന്ന് ഞാൻ കാണിക്കാം. കേടായ 2 ബോട്ടിനെ വലിച്ചുകൊണ്ട് വരുന്ന ദൃശ്യം നമ്മൾ കാണാണ്ട. ഇന്ദ്രനീലം കേടായായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വലിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അനന്തു അമ്മു, അതുൽ സിംഗിളാണ് കേട്ടോ. കടലിൽ നിന്ന് കായലിലേക്ക് അഴിമുഖം വഴി ബോട്ട് കയറുന്നത്. ഈ കടലിനെയും കായലിനെയും വേർതിരിക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് അഴിമുഖം. കണ്ടോ, കായലിൽ കൂടെ ഇനി ബോട്ട് പോകുന്നത്. നല്ലൊരു വ്യൂ അല്ലേ, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ലൈറ്റ് ഹൗസ്, ബോട്ട്, വരിയഴിക്കൽ പാലം, നല്ലൊരു ഫ്രെയിം. ലൈറ്റ് കണ്ടോ, ഏകദേശം ഇവിടുന്ന് 1/2 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്നാണ് നടന്ന് ഞാൻ ഇത്രയും വന്നത്. ഇനി ഇവിടുന്നും നടക്കാനുണ്ട് ഒരു 200 മീറ്റർ കൂടെ. 100 മീറ്റർ കൂടെ നടക്കാനുണ്ട് ഇവിടെ. അവിടെ നല്ലൊരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേരെ കാണുന്നതാണ്. ഇപ്പം അധികം ആരെയും കണ്ടില്ല ഇന്നത്തെ ദിവസം. ഒരുപക്ഷെ പോയതായിരിക്കാം വന്നിട്ട്. പിന്നെ മേളിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ സൂക്ഷിച്ച് നടക്കണം. ഈ സാധനം കണ്ടോ, ഇതാണ് പുലിമുട്ട്. അങ്ങനെയാണ് പറയുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനിയും പല സ്ഥലങ്ങളിലും പലതായിരിക്കും അറിയപ്പെടുന്നത്. എൻ്റെ ഒരു അറിവിൽ ഇതിന് പുലിമുട്ട് എന്നൊക്കെ പറയാം. ഇത് പാറയല്ലേ, വലിയ പാറ. ഇവിടെ മൊത്തത്തിലുണ്ട്. ആ നീല കാണുന്നില്ലേ, അവിടെ ഇരുന്ന് എല്ലാവരും കയറുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് അവിടെ കയറിയിരുന്ന കടലിനേച്ചൂടെ മുകളിൽ കയറിയിരുന്ന് കാണുന്ന ഫീൽ ഉണ്ടാകും. അതുകൊണ്ടൊരു ബോട്ട് വരുന്നുണ്ട്, കുഞ്ഞതായിട്ട് കാണുന്നില്ലേ. ലൈറ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിച്ച് ലൈറ്റൊക്കെ കത്തിക്കണ്ട. നമുക്ക് ആ ലൈറ്റ് ഇരിക്കുന്നിടത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, അതിൻ്റെ താഴെ വരെ ചെല്ലാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ 2 ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ഇന്ന് ആരെയും കണ്ടില്ല. നമ്മൾ ലാസ്റ്റിൽ ഫൈനലി ഇവിടെ എത്തി.
റോഡൊക്കെ നല്ലത് പണിഞ്ഞിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വേണ്ട കല്ലിൻ്റെ മേളിൽ കൂടെ നടക്കുന്നത്. ഇവിടെ എല്ലാവരും എഴുതി പഠിച്ചേക്കുവാണല്ലോ. അശ്വിൻ, കാവ്യ, കുറേ ഉണ്ടല്ലോ. അമ്മൂസ്, രമേശ്, മൊത്തം നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ ബുക്കിൽ എഴുതി പഠിക്കുന്നതിനെക്കാട്ടിലും എന്തോ സുഖമാണ് ഇവിടെ എഴുതി പഠിക്കുന്നുണ്ട് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ പ്രായത്തിൻ്റെതായ ഒരു ഇതൊക്കെ ആയിരിക്കാം, അങ്ങ് മാറിക്കോളും. അയ്യോ, എല്ലാം ഉണ്ട് കേട്ടോ. എന്ന് ഇവിടെ ഇല്ലാത്ത പേരുകളൊന്നുമില്ല കണ്ടോ. ഇവിടെ നമ്മൾ കയറുമ്പം കാണുന്ന ദൃശ്യം കണ്ടോ, അതിമനോഹരമായ ദൃശ്യം. എടേ, ഒരു ബോട്ട് കടലിൽ നിന്ന് കായലിലേക്ക് കയറുകയാണ് കണ്ടോ. അപ്പുറത്തെ സൈഡ് വലിയ അഴീക്കലും ഇപ്പുറത്തെ ബീച്ച് അഴീക്കൽ ബീച്ച്. ഇപ്പോൾ സമയം 6:45. നിങ്ങൾ കാണുന്നുണ്ടോ ചെറിയ ലൈറ്റുകളൊക്കെ മിന്നുന്നത് കണ്ടോ. അതവർ വലയിട്ട് വെച്ചേക്കുകയാണ് കാരണം അതിനപ്പുറത്തൊരു ചെറിയ ബോട്ട് നിന്നിട്ട് വലയിടുന്നുണ്ട്. ഒരു ബോട്ടൊന്നുമല്ല, ലൈറ്റ് തെളിയുന്നതെല്ലാം കാണുന്നതെല്ലാം ബോട്ടുകളാണ്. ബോട്ട് അവർ വലയിടുകയാണ്. വലയാണോ ചൂണ്ടയാണോ എന്നറിയത്തില്ല, എന്തായാലും മീനെ പിടിക്കാനുള്ള സംഭവം കണ്ടോ. ലൈറ്റൊക്കെ തെളിയിച്ച് ചെറുവള്ളങ്ങൾ, മോട്ടർ വെച്ച വള്ളം. നല്ല രസമല്ലേ ഇങ്ങനെ കടലിൽ പല കളറിൽ ഇങ്ങനെ മിന്നി മിന്നി, നല്ല രസമാണ്. കാരണം പാലത്തിലൊക്കെ ലൈറ്റ് തെളിഞ്ഞ്, തീരത്തിൽ ലൈറ്റ് തെളിഞ്ഞ്, നല്ലൊരു വൈബല്ലേ ഈ സമയം. രാത്രിയായി. ഇനി നമുക്ക് പകർത്തുന്ന ദൃശ്യങ്ങളിനി പകർത്താനായിട്ട് സാധിക്കത്തില്ല, അതുപോലെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം അല്ലേ. അപ്പം ബൈ.